ദാസൻ മാത്രമല്ല, ഞാനും സമ്മതിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് മനസ്സിലാവേണ്ടത്. ഇവർക്കാണ് മനസ്സിലാവേണ്ടത്. ഫേക്ക് ന്യൂസ് ആണ്. ഫേക്ക് ന്യൂസ്? എന്ത് ഫേക്ക് ന്യൂസ്? നമ്മളിവിടെ നിന്ന് മാറിയില്ല, ഭയങ്കര തിരക്കാണ് ഗൈസ്. ഓക്കെ, ഇനി അങ്ങ് എത്തിയിട്ട് വരാം. അങ്ങനെ നമ്മൾ മറീന ബീച്ചിലെത്തിയിരിക്കുക. ആ കുതിര ഉണ്ടോ? കുതിര നോക്കും, ഇതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഓക്കെ, നമുക്കപ്പോഴ് ബീച്ചിലോട്ട് പോവാം അല്ലേ? ഇതാണ് സബ്വേ എന്നാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് സബ്വേ കയറാൻ പോകുന്നത്. സബ്വേ കയറണ്ട, നടന്നാൽ മതി. നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ട്രാഫിക്കിന് ഇത് ബെസ്റ്റ് ഓപ്ഷൻ. ബെസ്റ്റ് മൈ ഗോഡ്, എന്താ തിരക്ക്. വെരി ഡിഫിക്കൽട്ട് ഗൈസ്. ഇവിടെ പല പല ഫുഡ് സ്റ്റാളുകളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ കോൺ വിൽക്കുന്നു, ഇവിടെയും കോൺ വിൽക്കുന്നു. ഇവിടെ 2 കിഴങ്ങുകൾ, ബബിള് പോണം, ബബിള്. ഇവിടുത്തെ ടോയ്ലറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. വഴി കൂടെ പോകണം, എല്ലാവർക്കും അകത്തുള്ളത് കാണാൻ പറ്റും. അല്ല, അകത്ത് എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അതിനായിരിക്കും. കൊള്ളാം, നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ. നിന്റെ ബുദ്ധി വിമാനം അല്ലാത്തോണ്ട്. അതുകൊണ്ട് അത് കണ്ട, ആകാശം നല്ല രസമുണ്ട്. ഭയങ്കര ഏരിയ ഉണ്ടല്ലേ? നമ്മളവിടെ ഒന്നും ഇത്രയും ഏരിയ ഇല്ല. ബീച്ചിൽ നല്ലത് അത് ഇങ്ങനെ നടക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. പക്ഷെ ഇവിടത്തെ കറണ്ട് സീസൺ റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡേഞ്ചറസ് ആണ്, ഇവിടെ കുളിക്കാൻ പാടില്ല. അവര് ഡെഡ് ബോഡിയുടെ പടമൊക്കെ വെച്ച ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ചാലേ ഇറങ്ങാതിരിക്കുള്ളായിരിക്കും. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത്രയും പേര് മരിച്ചു എന്ന് എഴുതിയാൽ പോരും, ബോഡി കാണിക്കേണ്ട ആവശ്യം. ബീച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, ഇരുട്ട്. ഇതാണ് ബീച്ച്. കുറെ നേരമായിട്ട് നടക്കുന്നു. എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലോ? സ്നാക്സ് എന്തെങ്കിലും. അതൊരു തന്മയത്വത്തോടു കൂടിയുള്ള ഒരു സാധനമായിരുന്നു. പൊട്ടറ്റോ എന്തെങ്കിലും കഴിക്കാടാ. പോലീസ്, തമിഴ്നാട് പോലീസ്. ലൈഫ് ഗാർഡ്സ് ആണത്. അത് പോലീസ് അല്ല, ലൈഫ് ഗാർഡാണ്. ഇവിടെ വണ്ടി ഓടും. ആ ടയറിൽ എന്തിനാ മറ്റേ പ്രത്യേക വേറെ ടയറായിരിക്കും, ഓഫ് റോഡ് ടയർ. ഒരു പൊട്ടറ്റോ. Come on, Dasa, come on. You can do it. Come on, up, Dasa, 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 Dasa. കിട്ടി. തിരക്കല്ലേ? ദാസൻ പ്രൈസ് കിട്ടിയല്ലോ. മറ്റേ ദീപശില എന്തൊരു സാധനം. ഇതുണ്ട്, ഒരു അഭിമാനമുണ്ട് ഇത് കിട്ടിയതില്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. പൊട്ടറ്റോ ചിപ്സ് പോലെ തന്നെയാണ്. പൊട്ടറ്റോ ചിപ്സ്. ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫിഷാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യണം. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോളുകളുണ്ട്, കണ്ടില്ലേ? ഫുഡ് സ്റ്റോളുകളാണ്. അതെ, മീനാണ് കൂടുതലും. മീൻ പൊരിച്ച് തരും, എല്ലാം മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ ഏറ്റവും ഫേമസ് സുന്ദരി അക്ക ഫിഷ് ആണെന്നാണ് പറയുന്നത്. അത് തേടിയാണ് നമ്മൾ നടക്കുന്നത്. അതെ. ഇങ്ങോട്ടാണോ നടക്കുന്നത്? ഈ ഭാഗത്തോട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സുന്ദരി അക്കയുടെ കടയിൽ വന്നിരിക്കുകയാണ്. ഫിഷ് കടയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഇഡലി മാത്രമേ ഉള്ളൂ. ഇഡലിയല്ലേ അവിടെ? ചോറ്, സാമ്പാർ. ഇത് ഊണാണ്, ടിഫിൻ സെന്റർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഫിഷ് വെറുതെ പച്ചക്ക് കഴിക്കുമോ? അല്ലെ, ഫിഷ് ഫ്രൈ മാത്രമായിട്ട്? അത് വാങ്ങിച്ചു മാത്രം മതി. ഇവിടെ നമുക്ക് വേറെ സ്റ്റാൾ നോക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടോ? ഫിഷ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫിഷ് അല്ല. ഫുൾ മീലാണ് ഗൈസ്. വേറെ എവിടെയും പോകണം. ഇവിടെ നിന്ന് ചോറ് കഴിക്കണം.
ചോറ് കഴിക്കാൻ വയ്യ. ഫ്രൈ വല്ലതും വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഫ്രൈ ഇവിടെ നിന്നല്ല, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കാറാ. സുന്ദരിയൊക്കെ ഒഴിവാക്കി നമ്മൾ വേറെ കട തപ്പി നോക്കുകയാണ്. അങ്ങനെ പറയാതെ സുന്ദരിയൊക്കെ ഇത് അടുത്ത് പോയേനെ, പക്ഷെ നമുക്കത് ആ ചോറ് കഴിക്കാൻ വയ്യ, ഇഡലിയും കഴിക്കാനൊരു താല്പര്യം. കാർബ് കൂടുതലായോണ്ട് ഞാൻ ഇവരടുത്ത് പറഞ്ഞ് ചോറ് കഴിക്കണ്ട, മീൻ മാത്രം വാങ്ങി കഴിക്കുന്ന പറഞ്ഞു. മീൻ മാത്രമായിട്ട് അവിടെ ഇല്ല, ചിക്കൻ അങ്ങനത്തെ സാധനം. മീൻ മാത്രമുള്ള സ്ഥലത്തല്ലേ പോകാനുള്ളത്. അവിടെ ഫിഷ് ഒന്നും ഫ്രണ്ടിൽ കണ്ടില്ല guys. അവിടെ ആ മെനുവിലുണ്ടല്ലോ, അവര് ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരിക്കും. എന്നാലും ഫ്രണ്ടിൽ ഇങ്ങനെ ഫിഷ് നിരത്തി വെച്ചെടുത്തല്ലേ കഴിക്കേണ്ടത്. അങ്ങനെയല്ലേ സബ്സ്ക്രൈബേഴ്സിന് അതല്ലേ ഇഷ്ടം. നമ്മൾ അവരെ ഇഷ്ടം നോക്കണ്ടേ. അമ്മേ തളർന്നു guys. This is very longest beach. എന്നാ എടുക്കറേ? ഒരു അയല എടുത്താലേ? നീ പറഞ്ഞ ഏതാണ് അയല? അല്ലെങ്കിൽ ഇതെടുത്താലേ? എന്തൊരു ക്രാബാ? ക്രാബല്ല, മറ്റേ കട്ടിയുള്ള മീൻ. അത് കൊള്ളാമായിരിക്കുമോ? അതൊന്നും എടുക്കാടാ. വീഡിയോ എടുക്കും. ഒരു അയല അത് എത്രയും വരും? നമ്മളിപ്പോ നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു കണ്ടിട്ടൊരു ഇത് മേനയില്ല. നിങ്ങൾക്ക് വേണ്ടി ആ ത്യാഗവും സഹിക്കുകയാണ്. എന്റെ വയറ് ഇപ്പോഴേ ശരിയല്ല, ഇനി എന്താവും ദൈവത്തിനറിയാം. പിന്നെ ഇവിടെ ആൾക്കാർ ഇതിന്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഈ ഫിഷൊക്കെ ഇരിക്കണതിന്റെ. പക്ഷെ ഉല്ലാസിന്റെ ഒളി ക്യാമറ പ്രയോഗത്തിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. കിടിലാണോ? ഉല്ലാസ് ആരാ? വണ്ടി സോപ്പൊട്ടിയിൽ ഒളി ക്യാമറ വെച്ചാണ്. മറ്റേ സിനിമയില്ലേ സപ്തമശ്രീ. ഗൈസ് എന്തോ പൊടിയൊക്കെ ഇട്ട് നമ്മുടെ മീന് വന്നിട്ടുണ്ട്. ദാസൻ ട്രൈ ചെയ്യട്ടെ. കിങ് ഫിഷ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കിങ് മേക്കർ ദാസൻ കിങ് ഫിഷ് തന്നെ ചെയ്യും. ചൂടുണ്ട് ഗൈസ്. നിങ്ങള് ഈ മൈൻഡ് സെറ്റ് വെച്ച് കഴിക്കല്ലേ, അതാണ് മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് ഉല്ലാസ് കഴിക്കും. ഞാൻ കഴിക്കാത്തോണ്ട് കൊള്ളാം. മൈൻഡ് സെറ്റ് വിചാരിക്കണ്ട. നിങ്ങൾ ആദ്യമേ ഒരു നെഗറ്റീവ് അടിച്ച് ഇത് കഴിച്ചു നോക്കാം. അത് ഇതിനെ എനിക്ക് നെഗറ്റീവ് ഇല്ല, ഞാൻ പോസിറ്റീവ് കൊടുക്കും. ടേസ്റ്റി ഒന്നും അല്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ലേ ഫിഷ്, നമ്മളെന്ത് നായർ മിക്സിൽ, ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫിഷാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും അവരെ പൂവെടുത്തുന്ന ഒന്നില്ലാതാവുമ്പോഴാണല്ലോ മറ്റേ വില അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് കൊള്ളാമോടാ? മണപ്പിച്ച് ഞാൻ ഒന്നിൽ ഒതുക്കിയത് ഇതും കൂടെ എടുക്കാം. മണപ്പിച്ച് നോക്കിയെന്നല്ലേ തിന്നാനൊന്നും പറ്റില്ല. മോശം. ഇതെന്തരടാ? ചീന മീൻ ഇല്ലേ? നീ ഇങ്ങനെ കാണിക്കണ്ട, നല്ലതായിട്ട് കാണിക്കും, ഇല്ലെങ്കിൽ ഇടി കിട്ടും. സൂപ്പർ ആയിട്ടുണ്ട്, പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഇതാരും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞതാണ്. സുന്ദരി മതി. സാധനം ഉണ്ടല്ലോ അതിൻ്റെ. ഇത് കൊള്ളൂല ഗൈസ്, ഒട്ടും കൊള്ളൂല. പറയാതിരിക്കാൻ ഈ സാധനം ഇറ്റ് സക്സ്. ടു ബി ഓണസ്റ്റ് ഇറ്റ് സക്സ് അല്ലേ? പിന്നെ ഒരു ബൈറ്റ് നീ എടുക്കുമോ? ഞാൻ ഒന്നും ചോദിക്കപ്പോൾ നീ ഇതേം കൂടെ എടുക്കാൻ പറഞ്ഞു. നീയാണ് സോറി, ഞാനാണ് ഇത് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കണമല്ലോ, നേരോടെ നിർഭയം നിരന്തരം എടുക്കാൻ. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടി ഇത് ട്രൈ ചെയ്ത്. അപ്പോൾ നമ്മൾ അയലയും നെയ്മീനുമാണ് കഴിച്ചത്. പക്ഷേ കെട്ട മീൻ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ചുമ്മാ അല്ല അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത, അവരെയും കുറ്റം പറയാൻ പറ്റൂല. ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇട്ട് യൂട്യൂബിൽ വെച്ചാൽ ഇവരെ കട പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ കുറച്ച് കഴിക്കണ പോലെ അവർക്ക് വിഷം വരണം എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോഴൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കി വന്ന അവിടെ ഒരു പട്ടിക്ക് കൊടുത്തു.
ഇനിയിപ്പം എങ്ങനെയുണ്ട് മറീന ബീച്ച്? എങ്ങനെയുണ്ട് മറീന ബീച്ച് മറീന ബീച്ച് സത്യം പറഞ്ഞ ഒരു യൂണീക് ബീച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ബീച്ച്. ഞാൻ കണ്ടിട്ടുള്ള ഇമാതിരി വലുപ്പമുള്ള ഒരു ബീച്ച്. കാര്യം ഇത്രയും ഈ പറമ്പിൽ മുഴുവൻ ഇത് കിടക്കണമാണ് ഗൈസ്. അല്ലെങ്കിൽ വാസ്റ്റ് ഏരിയ. ആളൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഇതൊരു മറ്റേ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം വേണമെങ്കിൽ ആക്കാം. അതെ, സ്റ്റേഡിയത്തിന്റെ അപ്പുറം വലിയ ബീച്ച് നടന്ന് ഊപ്പാട് വരും. ഇത് ഭയങ്കര. എന്നാലും ഒന്ന് നിങ്ങൾ ചെന്നൈയിലുണ്ടെങ്കിൽ ഇത് വിസിറ്റ് ആണ്, മസ്റ്റ് വിസിറ്റ് ആണ്. ബസന്ത് നഗർ ബീച്ചൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള കണക്കത്തെ ഒരു ബീച്ച്. ഇത് അങ്ങനെയല്ല. ഒരുപാട് ആൾക്കാരും ഇന്ന് തിങ്കളാഴ്ചയാണ്, എന്നിട്ട് ഭയങ്കര ആൾക്കാർ. അപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ എന്തോ അത്ര ആളായി. ഇനി നടക്കണം. അതും സാധനം എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മറീന ബീച്ചിലെ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇനിയിപ്പം തിരിച്ചു പോവുകയാണ്. അതെ അതെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ ആയിരിക്കും. എല്ലാരും കാത്തിരിക്കും. വീഡിയോയുമായി നമ്മൾ വരും. അവർ